ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഭൂട്ടാനിലെ ഫസ്റ്റ് ഡേ ആണ്. തിമ്പുവിലേക്ക് പോകണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എൻട്രി എടുക്കണം ഇവിടേക്കുള്ള. അപ്പോൾ നമുക്ക് അത് എടുത്തിട്ട് വരാം. ഓക്കെ, ഈ കാണുന്നതാണ് ഇമിഗ്രേഷൻ ഓഫീസ്. അപ്പോൾ ഇവിടെ ചെന്നിട്ട് നമുക്ക് എൻട്രി പെർമിറ്റ് എടുക്കണം. ഞാനിപ്പോൾ എൻട്രി പെർമിറ്റ് സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇവിടെയാണ് നമുക്കിവിടെ ഒരു 1500 രൂപ ഇവിടെ അടയ്ക്കണം പെർ ഡേ വെച്ചിട്ട്. ഫോറിനേഴ്സിന് $100 വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ നമുക്ക് എൻട്രി പെർമിറ്റൊക്കെ കിട്ടി. പാസ്പോർട്ടിൽ എൻട്രി അടിച്ചു തന്നു. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഇന്ത്യ ഭൂട്ടാൻ ബോർഡർ. അതിൻ്റെ അപ്പുറം ഇന്ത്യയാണ്. ഇപ്പോൾ നമ്മൾ ഭൂട്ടാനിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എൻട്രി പെർമിറ്റൊക്കെ എടുത്തു. ഇനി നമ്മൾ ഫെങ്ഷുലിങ്ങിന് തിമ്പുവിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ അവിടെ വരെയുള്ള കാഴ്ചകൾ നമുക്ക് ഇങ്ങനെ ആസ്വദിച്ചിട്ട് പോകാം. ഇതാണ് ശ്രീബുദ്ധൻ്റെ 8 ധർമ്മസ്തൂപ എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് പോണ വഴിക്ക് എന്ന് പറഞ്ഞാൽ തിമ്പു ഫെങ്ഷുലിംഗ് ഹൈവേയിലാണ് ഉള്ളത്. അപ്പോൾ പോണ വഴിക്ക് ആയതുകൊണ്ട് ആക്ച്വലി എൻ്റെ ഐറ്റിനറിയിൽ ഇല്ലാത്തതാണ്. അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങി കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ കുറേ പഠിക്കാനുണ്ട് കേട്ടോ, കാണുന്നതിനേക്കാളും.
ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ കണ്ടപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ സീനറി, ഫുൾ ഗ്രീനറി, എങ്ങോട്ട് നോക്കിയാലും ഗ്രീനറി മാത്രം. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതി എടുത്തതാണ്. അപ്പോൾ ഇനി ഫുഡെല്ലാം കഴിച്ചിട്ട് മെല്ലെ യാത്ര തുടരാം. അങ്ങനെ 5 മണിക്കൂറിലെ ഡ്രൈവിന് ശേഷം നമ്മൾ ക്യാപിറ്റൽ ഓഫ് ഭൂട്ടാൻ തിമ്പുവിൽ എത്തിയിരിക്കുകയാണ്. നല്ല ക്ലൈമറ്റാണ് കേട്ടോ, നല്ല തണുപ്പൊക്കെ ഉണ്ട്. സ്വെറ്ററൊക്കെ ഇട്ടിട്ടായിരിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മൾ ചൂടെന്നൊക്കെ പോകുന്നതല്ലേ. നല്ല ക്ലൈമറ്റ്. അപ്പോൾ ഞാൻ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതാണ്. അപ്പോൾ ഇവിടെ ഇനി ചെക്ക് ഇൻ ചെയ്തിട്ട് വേണം അടുത്ത സ്ഥലങ്ങൾ കാണാൻ പോവാൻ. ഓക്കെ. അപ്പോൾ ഇതാണ് ഹോട്ടൽ ലായുൾ. ഇവിടെയാണ് കേട്ടോ ഇനി നമ്മുടെ സ്റ്റേ ഉള്ളത്. ഇവിടെ ഏതൊരു ഹോട്ടലിൽ ചെന്നാലും നമുക്കൊരു കണ്ടൊരു പ്രത്യേകത, അവർ ചായ കാപ്പി
കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഓഫർ ചെയ്യും കേട്ടോ. പിന്നെ ഇവിടെ അധികം സ്റ്റാഫും ലേഡീസാണ്. ഞാനിപ്പോൾ നിന്നോടത്തോളം കണ്ട ഹോട്ടൽസിലെല്ലാം അധികം ലേഡീസിനാണ് കേട്ടോ ഇവിടെ പ്രിഫറൻസ്. ഇതാണ് കേട്ടോ എനിക്ക് കിട്ടിയ റൂം. സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല, ബ്യൂട്ടിഫുൾ. ഒരാൾക്ക് എന്ന് പറഞ്ഞാലും ലക്ഷറിയുടെ അൾട്ടിമേറ്റ് ആണ്. ബ്യൂട്ടിഫുൾ, നല്ല വൃത്തിയുള്ള റൂമായിരുന്നു കേട്ടോ. പിന്നെ ഒരു ബാൽക്കണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മുന്നേ ഫെങ്ഷലിങ്ങിൽ നിന്നേക്കാളും സൂപ്പർ ലക്ഷറി റൂമാണ് തിമ്പൂൽ കിട്ടിയത്. ഇത് 3 സ്റ്റാർ കാറ്റഗറി എന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷേ 3 സ്റ്റാറിനേക്കാളും ഒരു 4 സ്റ്റാർ കാറ്റഗറി ആയിട്ട് എനിക്ക് തോന്നുന്നത്. അത്രയും ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഈ ഹോട്ടൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും, ഹോട്ടൽ ലയൂൾ. ഇതിപ്പോൾ ബാൽക്കണി തുറന്നിട്ടുള്ള വ്യൂ ആണ്. നേരെ മുന്നിൽ ഒരു കുന്നാണ് കേട്ടോ, ഉണ്ടല്ലേ. സൈഡിൽ കുറച്ച് ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഒരു സൗണ്ടും ഇല്ല, ബഹളവും ഇല്ല, 0 പൊല്യൂഷൻ. സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലം. അപ്പോൾ ഇനിയുള്ള തിമ്പു കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.